നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. വിഷം ചിന്തിയ വിമർശനം. പിണറായി വിജയന്റെ തലവെട്ടുന്നവർക്ക് 1 കോടി രൂപ വാഗ്ദാനം ചെയ്ത RSS നേതാവിന്റെ പരാമർശത്തിനെതിരെ പ്രതിഷേധം ശക്തം. കുന്ദൻ ചന്ദ്രാവത്തിനെതിരെ ഭീകരവിരുദ്ധ നിയമപ്രകാരം കേസെടുക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മുഖ്യമന്ത്രിയുടെ തലയെടുക്കുമെന്ന് പറഞ്ഞ നേതാവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്ന് രമേശ് ചെന്നിത്തല. RSS ഫാസിസ്റ്റുകളുടെ കൊലവിളി അങ്ങേയറ്റം അപലപനീയം. അക്രമങ്ങൾ അഴിച്ചുവിടുകയും ആയുധങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്യുന്ന സംഘപരിവാർ രീതി അവസാനിപ്പിക്കണമെന്നും പ്രതിപക്ഷ നേതാവ്. അതേസമയം ചന്ദ്രാവത്തിന്റെ ഭീഷണിയെ ചിരിച്ചു തള്ളി പിണറായി. RSSുകാർ പലരുടെയും തലയെടുക്കുന്നവരാണെങ്കിലും തന്റെ സഞ്ചാരം മുടക്കാനാവില്ലല്ലോ എന്ന് മുഖ്യമന്ത്രി. പരാമർശം വിവാദമായതോടെ പ്രസ്താവന തള്ളി BJPയും RSS കാര്യാലയം. ഒന്നാം പ്രതിക്ക് ജാമ്യം. ജിഷ്ണു കേസിൽ സർക്കാരിനും പോലീസിനും തിരിച്ചടിയായി നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ P. കൃഷ്ണദാസിന് മുൻകൂർ ജാമ്യം. കോളേജിൽ പ്രവേശിക്കരുതെന്ന ഉപാധിയോടെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് സർക്കാർ നൽകിയ ഹർജി തള്ളിക്കൊണ്ട്. കൃഷ്ണദാസിനെതിരെ പ്രേരണാ കുറ്റത്തിന് തെളിവില്ലെന്നും കോടതി. വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റ ദിവസം കൃഷ്ണദാസ് കോളേജിൽ ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. പൊതുവായ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് മേൽ കുറ്റം ചുമത്താനാകില്ലെന്നും നിരീക്ഷണം. എന്നാൽ അന്വേഷണത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്ന് കൃഷ്ണദാസിന് കോടതിയുടെ നിർദ്ദേശം. കേസിന്റെ ആദ്യഘട്ടത്തിൽ പോലീസും പ്രോസിക്യൂഷനും ഒത്തുകളിച്ചുവെന്ന് ജിഷ്ണുവിന്റെ ബന്ധുക്കൾ. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ CP ഉദയഭാനു പരമാവധി വാദിച്ചു. നീതിക്കായി മുഖ്യമന്ത്രിയുടെ പിന്തുണയോടെ സമരം ചെയ്യും. കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിന്നവർക്കെതിരെ നടപടി വേണമെന്നും കുടുംബം. മാഞ്ഞു പോകുന്ന മദ്യനയം. സർക്കാരിന്റെ മദ്യനയത്തിൽ കാതലായ മാറ്റം വരുമെന്ന സൂചന നൽകി ധനമന്ത്രി തോമസ് ഐസക്. മദ്യനിയന്ത്രണം വിനോദസഞ്ചാര മേഖലയിൽ തിരിച്ചടി ഉണ്ടാക്കും. മദ്യോപഭോഗം വർദ്ധിക്കാത്ത തരത്തിൽ ടൂറിസം മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എങ്ങനെ കഴിയുമെന്ന് പരിശോധിക്കണമെന്നും തോമസ് ഐസക്. അതിനിടെ മദ്യനയം LDFിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് കോടിയേരി. മദ്യോപഭോഗം സംബന്ധിച്ച് വിവിധ കമ്മീഷൻ റിപ്പോർട്ടുകൾ സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. UDF മദ്യനയം രൂപീകരിച്ചത് എങ്ങനെയാണെന്ന് ബാർക്കോഴ അഴിമതിയിലൂടെ എല്ലാവരും കണ്ടതാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി. വിരണ്ടോടുന്ന ഭീകരത. ഇറാഖിൽ തോൽവി സംബന്ധിച്ച് IS തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദി. വിടവാങ്ങൽ പ്രസംഗത്തിൽ രാജ്യത്ത് അവശേഷിക്കുന്ന പോരാളികളോട് രക്ഷപ്പെടുവാനോ ചാവേറുകളായി പൊട്ടിത്തെറിക്കാനോ നിർദ്ദേശം. നീക്കം അവസാന തട്ടകമായ മൊസൂളും ഇറാഖി സൈന്യം പിടിച്ചെടുത്തതോടെ. IS ഭീകരർ കൈയടക്കിയ പടിഞ്ഞാറൻ മൊസൂൾ തിരിച്ചുപിടിക്കാൻ അന്താരാഷ്ട്ര പിന്തുണയോടെ ഇറാഖി സൈന്യം പോരാട്ടം തുടങ്ങിയത് കഴിഞ്ഞ ഒക്ടോബർ 17-ന്. എന്നാൽ തലയ്ക്ക് $10 മില്യൺ വില പറഞ്ഞിരിക്കുന്ന ബാഗ്ദാദി എവിടെയെന്ന കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണമില്ല. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2780 രൂപ, പവൻ 22,240 രൂപ, വെള്ളി ഗ്രാമിന് 45 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ.